ദൈവം എന്തുകൊണ്ട് നമ്മളെ സഹായിക്കുന്നില്ല? ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും എൻ്റെ ദൈവം എന്തുകൊണ്ട് എന്നെ സഹായിക്കുന്നില്ല? ഈ ചോദ്യം നമ്മൾ പലപ്പോഴും നമ്മളോട് തന്നെ ചോദിക്കുന്നതായിരിക്കും. പിന്നെയും നമ്മൾ ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ്, ദൈവമുണ്ടെങ്കിൽ എൻ്റെ പ്രശ്നങ്ങളിൽ എന്തുകൊണ്ട് ഇടപെടുന്നില്ല? എനിക്ക് ഇത്രയും പ്രശ്നങ്ങൾ എന്ത് കാരണമാണ് ഉണ്ടാകുന്നത്? നമ്മുടെ ഇത്തരം ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ബൈബിൾ തന്നെ നമ്മുടെ ഫ്രണ്ടിൽ തരുന്നതാണ്. ബൈബിളിൽ എന്താണ് ഇതിനെക്കുറിച്ച് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. യെശയ്യാവ് 30:18 പറയുന്നു, കർത്താവ് നിങ്ങളോട് കരുണ കാണിക്കാൻ കാത്തിരിക്കുന്നു. അതെ, നമ്മുടെ ദൈവത്തിന് ഒരു സമയമുണ്ട്. ഏറ്റവും പെർഫെക്റ്റായ സമയത്തായിരിക്കാം അവൻ നമ്മളോട് കരുണ കാണിക്കുക. യെശയ്യാവ് 59:2 നമ്മളോട് പറയുന്നു, നിങ്ങളുടെ അകൃത്യങ്ങൾ ദൈവത്തോടുള്ള ബന്ധം വേർതിരിക്കുന്നു. അതായത് നാം ചെയ്യുന്ന പാപവും തെറ്റായ ജീവിത രീതികളും ദൈവവും നമ്മളും തമ്മിലുള്ള ദൂരം കൂട്ടുന്നു. ഈ ദൂരം കൂടുന്നതനുസരിച്ച് അവന്റെ ഇടപെടലുകൾ ഉണ്ടാവാനുള്ള സമയവും കൂടുതലെടുക്കാം. ചിലപ്പോൾ സർവശക്തനായ ദൈവം നമ്മളെ പരീക്ഷിക്കുന്നതായിരിക്കാം. യാക്കോബ് 1:3 നമ്മളോട് പറയുന്നുണ്ട്, നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരീക്ഷണം സഹിഷ്ണുത ഉളവാക്കുന്നു. അതായത് ദൈവം നമ്മളെ പരീക്ഷിക്കുകയാണ്. പരീക്ഷിക്കുന്നതനുസരിച്ച് നമുക്ക് ദൈവത്തോടുള്ള വിശ്വാസം വളരുകയാണ്. അത്തരത്തിൽ ദൈവം നമ്മളെ പരീക്ഷിച്ചതിന് ശേഷമായിരിക്കാം നമ്മുടെ കഷ്ടതകളിൽ ഇടപെടുന്നത്. ദൈവത്തിന്റെ പ്ലാനുകൾ അത് നമ്മളെക്കാൾ വലുതും നമ്മുടെ ജീവിതത്തിനെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തുന്നതുമായിരിക്കാം. ഈ കാര്യവും ബൈബിളിൽ വളരെ വ്യക്തമായി നമ്മളോട് പറയുന്നുണ്ട്. യെശയ്യാവ് 29:11 നമ്മളോട് പറയുന്നു, നിനക്കായി എനിക്കുള്ള പദ്ധതികൾ നല്ലതായിരിക്കും. അതായത് സർവശക്തനായ ദൈവം നമുക്ക് വേണ്ടി നല്ലതുകൾ മാത്രമാണ് വെച്ചിരിക്കുന്നത്. അതിൻ്റെതായ തക്കതായ സമയത്ത് തക്കതായ രീതിയിൽ ആ നന്മകൾ നമുക്ക് വരുന്നതായിരിക്കും. ദൈവം ഒരിക്കലും ആരെയും വിട്ടുകളയുന്നവനല്ല. ദൈവം നിശബ്ദനാണ്, പക്ഷേ ഒരിക്കലും നമ്മളെ വിട്ടുകളയില്ല. യാക്കോബിന്റെ ജീവിതത്തിൽ നാം കണ്ടതാണ്, എല്ലാം നഷ്ടപ്പെട്ടു, പക്ഷേ അവസാനം ദൈവം അവനെ എല്ലാം ഇരട്ടിയായി അനുഗ്രഹിച്ചിരിക്കുന്നു. ദൈവം ആരെയും വിട്ടുകളയുന്നതല്ല എന്നത് നമ്മൾ വിശ്വസിക്കണം. ദൈവം സഹായിക്കുന്നില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. സർവശക്തനായ ദൈവം ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ ശരിയായ പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടത്തും. ഇപ്പോൾ നമുക്ക് നിശബ്ദമായി തോന്നുമെങ്കിലും നമുക്ക് വേണ്ടിയുള്ള പദ്ധതികൾ ഒരിടത്ത് ഉണ്ട്. ഈ പദ്ധതികൾ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയായിരിക്കും. ഒരിക്കലും മടുത്തു പോകരുത്. ഒരിക്കലും ജീവിതം കൈവിട്ട് കളയരുത്. ഒരിക്കലും ദൈവത്തിന്റെ തീരുമാനങ്ങൾ തെറ്റില്ല. നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയായിരിക്കും സർവശക്തനായ ദൈവത്തിന്റെ എല്ലാ തീരുമാനങ്ങളും.